ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള രംഗങ്ങൾക്കാണ് ഇന്ന് പാർലമെന്റ് വളപ്പ് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP ചേരുകയാണ്. ഇന്ന് എന്താണ് പാർലമെന്റിൽ സംഭവിച്ചത്? ഇന്നത്തെ പാർലമെന്റ് സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ബോധപൂർവം BJP ശ്രമിക്കുകയായിരുന്നു. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് അവരുടെ MPമാർ ഇന്ന് ലോക്സഭയിലേക്ക് വന്നത്. ഞങ്ങൾ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർക്കെതിരെ രാജ്യസഭയിൽ നടത്തിയ ഗുരുതരമായ പരാമർശം അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അത് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയുള്ള പ്രക്ഷോഭം. എന്നാൽ ഇന്ന് ഞങ്ങൾ അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്കിലെ മുഴുവൻ MPമാരും രാവിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ, പാർലമെന്റ് വളപ്പിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ സമ്മേളിച്ച് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് പാർലമെന്റിന്റെ മഗർ ഗേറ്റ്, പ്രധാനപ്പെട്ട കവാടമായ മഗർദ്വാറിലേക്ക് പോയത്. വളരെ സമാധാനപരമായി പ്രകടനം നടത്തിയാണ് പോയത്. ഏതാണ്ട് 200-ഓളം ഇന്ത്യ ബ്ലോക്ക് MPമാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ 200-ഓളം BJPയുടെയും അവരുടെ സഖ്യകക്ഷി MPമാർക്ക് കയറിപ്പോകാനുള്ള മഗർദ്വാറിലെ പടികൾ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. അവർ പിടിച്ചിരുന്ന പ്ലക്കാർഡ് വെറും പ്ലക്കാർഡിൽ അതിൽ ലാത്തിക്ക് സമാനമായ തടിയിലാണ് അവർ പ്ലക്കാർഡ് പിടിച്ചു നിന്നത്. അപ്പോൾ പ്രതിപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJPയും അവരുടെ സഖ്യകക്ഷി MPമാരും മഗർദ്വാറിൽ വന്നത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, ലോക്സഭാ സ്പീക്കർ കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ റൂളിംഗ് കൊടുത്തിരുന്നു. ആ റൂളിംഗിൽ ഒരു കാരണവശാലും പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടത്തിൽ നിന്നുകൊണ്ട് ആരും മുദ്രാവാക്യം വിളിക്കുവാനോ MPമാരെ പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കുക തടസ്സപ്പെടുത്തുവാനോ പാടില്ല എന്ന് സ്പീക്കർ റൂളിംഗ് നൽകുന്നു. ആ റൂളിംഗ് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 4-5 ദിവസമായി നടത്തുന്ന സമരങ്ങളെല്ലാം തന്നെ മഗർ ഗേറ്റിലേക്ക്, മഗർദ്വാറിലുള്ള പ്രധാനപ്പെട്ട കവാടം അത് ഒഴിവാക്കി MPമാർക്ക് കയറിപ്പോകാനും മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് കയറിപ്പോകുന്നത് തടസ്സപ്പെടുത്താതിരിക്കാൻ സ്പീക്കറുടെ റൂളിംഗ് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ മഗർദ്വാർ ഗേറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ പ്രതിഷേധം നടത്തിയത്. എന്നാൽ ഇന്ന് BJP സ്പീക്കറുടെ റൂളിംഗിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള 200-ഓളം MPമാർ പൂർണ്ണമായും മഗർ ഗേറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചത്. ആ സമയത്താണ് ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ്, അംബേദ്കർ പ്രതിമയിൽ നിന്ന് ഉള്ള ഇന്ത്യ ബ്ലോക്ക് MPമാരുടെ പ്രൊട്ടസ്റ്റ് മഗർദ്വാറിലെത്തിയത്. ഞങ്ങൾ സഭയിലേക്ക് കടക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലേക്ക് മുന്നോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഒരു തരത്തിലും കടത്തിവിടാതെ മുദ്രാവാക്യം വിളിച്ച് രാഹുൽ ഗാന്ധിയെ തള്ളുകയും ഉന്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ നേരെ മഗർ ഗേറ്റ് വഴി ലോക്സഭയിലേക്കകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അദ്ദേഹത്തെ തള്ളുകയും ഉന്തുകയും ഒക്കെ ചെയ്ത് തടസ്സപ്പെടുത്തി. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള പ്രിവിലേജ് പോലും ലഭിക്കാത്ത തരത്തിലാണ് BJP MPമാർ ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് കടന്നു പോകാനുള്ള സുഗമമായ വഴി പോലും കൊടുക്കാതെ രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ തടയുന്നതിനിടയിൽ ചില ഉന്തലും തള്ളലുകളും BJP MPമാർ തമ്മിലുണ്ടായി, തിക്കും തിരക്കും ഉണ്ടാക്കി. അതിന്റെ പേരിൽ അവരുടെ ഏതോ MPമാർ മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ മറിഞ്ഞു വീഴുന്നതിന്റെ പേരിൽ പരിക്ക് പറ്റുകയോ ചെയ്തു. അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇട്ടിരിക്കുന്നു, കള്ളപ്പരാതി കൊടുത്ത് FIR ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിലൊന്നും പേടിക്കുന്നില്ല. ഏത് തരത്തിലുള്ള ഈ അംബേദ്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് തരത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള കേസുകളോ വന്നാൽ അതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുത്ത് അദ്ദേഹത്തെ നിർജീവമാക്കാമെന്നാണ് BJP കരുതുന്നതെങ്കിൽ തീർച്ചയായും നടക്കാൻ പോകുന്നില്ല എന്നാണ്. അംബേദ്കർ, ഭരണഘടനാ ശില്പിയായ ബാബാ സാഹേബ് അംബേദ്കറെ അപമാനിച്ച അവർക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു, രാഹുൽ ഗാന്ധിക്കെതിരായുള്ള പ്രചരണം നടത്തുന്നു. കോൺഗ്രസ് അംബേദ്കറിനെ പരാജയപ്പെടുത്തി, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയെന്നുള്ള പ്രചരണങ്ങൾ നടത്തി അമിത്ഷാ നടത്തിയ അംബേദ്കർ വിരുദ്ധ പ്രസ്താവന, അംബേദ്കർക്കെതിരായി നടത്തിയ പ്രസ്താവനയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഇന്ന് 14 കോൺഗ്രസ് MPമാർ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനെ മാൻഹാൻഡിൽ ചെയ്യാൻ, തടയുവാനും അദ്ദേഹത്തെ ആക്രമിക്കാനും ശ്രമിച്ച BJP MPമാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള 14 MPമാർ സ്പീക്കർക്ക് ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ വീണ്ടും സ്പീക്കറെ കണ്ട് ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട 14 പാർട്ടികളിലെ നേതാക്കന്മാര് ഇന്ന് ഞങ്ങളുടെ 14 നേതാക്കന്മാർ ഒരുമിച്ച് പോയി
സ്പീക്കറെ കണ്ട് പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്ക് എംപിമാർക്കും പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കുന്നതിൽ തടസ്സപ്പെടുത്തിയ BJPയുടെ എംപിമാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിലെ DMK, സമാജ്വാദി പാർട്ടി, NCP, ശിവസേന ഉദ്ധവ് താക്കറെ, അതോടൊപ്പം തന്നെ CPM, CPI, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം, RSP, അതോടൊപ്പം നമ്മുടെ മറ്റു പാർട്ടി, അതായത് ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള 14 പാർട്ടി നേതാക്കന്മാർ ഇന്ന് സ്പീക്കറെ സന്ദർശിച്ച് പരാതി നൽകുകയുണ്ടായി. പ്രതിപക്ഷ എംപിമാർ അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനകത്ത് കടക്കാൻ അനുവദിക്കാതിരിക്കുകയും അദ്ദേഹത്തെയും മറ്റ് പ്രതിപക്ഷ എംപിമാരെയും പിടിച്ചു തള്ളിയ അല്ലെങ്കിൽ ഉന്തും തള്ളും ഉണ്ടാക്കി മനഃപൂർവ്വം ലോക്സഭയ്ക്കകത്ത് കയറാൻ സമ്മതിക്കാത്തതിൽ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും എല്ലാം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ട പോലെയാണ് BJP എംപിമാർ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കവാടത്തിൽ കാട്ടിക്കൂട്ടിയത്. അതിൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇന്ന് സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. നടപടി വേണമെന്ന് BJP എംപിമാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട എല്ലാ കക്ഷികളും തൃണമൂൽ കോൺഗ്രസ്, സൗദ റോയ്, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് 14 പാർട്ടികളുടെ നേതാക്കന്മാരാണ്. മിക്കവാറും എല്ലാ പാർട്ടിയുടെയും ലോക്സഭയിലെ നേതാക്കന്മാരാണ് സ്പീക്കറെ കണ്ട് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത്. ഇന്നിപ്പം രാജ്യസഭയിലെ ഒരു നാഗാലാൻഡിൽ നിന്നുള്ള BJP വനിതാ അംഗം പരാതി നൽകിയിരിക്കുന്നു രാജ്യസഭാ ചെയർമാനെ. ഒപ്പം 3 പേര് ലോക്സഭാ അംഗങ്ങൾ, ഒരു വനിതാ അംഗം ബാൻസുരി സ്വരാജ് ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ. ഇതിലൂടെ ഈ വിഷയം നേരത്തെ കോൺഗ്രസും പ്രതിപക്ഷവും ഉന്നയിച്ച അമിത്ഷാ നടത്തിയ വിവാദ പരാമർശം സംബന്ധിച്ചുള്ള വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറിയിരിക്കുകയല്ലേ? ബാബാസാഹേബ് അംബേദ്കർക്കെതിരെ അമിത്ഷാ നടത്തിയ പരാമർശം ഇന്ത്യയിലൊട്ടാകെ പ്രതിഷേധം അലയടിച്ചുയരുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല, അംബേദ്കറെ സ്നേഹിക്കുന്ന, അംബേദ്കറെ ആരാധിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവം BJP ഉണ്ടാക്കിയ ഒരു നാടകമാണ് ഇന്ന് പ്രതിപക്ഷത്തിന് നേരെയുള്ള കടന്നാക്രമണവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി പാർലമെന്റ് കവാടത്തിൽ അവർ ഇന്ന് നടത്തിയ നാടകം. അപ്പോൾ അതുകൊണ്ട് BJP എംപിമാരെ കൊണ്ടും വനിതാ എംപിമാരെ കൊണ്ടും മറ്റെംപിമാരെ കൊണ്ടും മനഃപൂർവ്വം രാഹുൽ ഗാന്ധിയെയും മറ്റ് പ്രതിപക്ഷ എംപിമാർക്കെതിരെ പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ട് കള്ളക്കേസെടുപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഞങ്ങളതിൽ തീർച്ചയായും ഞങ്ങളതിനെ നേരിടും. തീർച്ചയായും രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്താൽ, മറ്റ് പ്രതിപക്ഷ എംപിമാർക്കെതിരെ കേസെടുത്താൽ, അംബേദ്കറുടെ പേരിൽ അംബേദ്കറെ അഭിമാനിച്ചതിന്റെ പേരിൽ ശക്തമായ നിലപാടെടുത്ത് പ്രതിപക്ഷ എംപിമാർക്ക് പാർലമെന്റിൽ നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിക്കെതിരായി എടുത്ത നടപടി തീർച്ചയായും അങ്ങനെ നടപടിയെടുത്താൽ അത് തീർച്ചയായും നേരിടാൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസ് പാർട്ടിയും തയ്യാറാണ് എന്ന് ഞങ്ങൾ അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെജിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ കാൽമുട്ടിന് പരിക്കേറ്റതായി അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട് സ്പീക്കറെ. ഒപ്പം തന്നെ മറ്റു പല കോൺഗ്രസ് എംപിമാർക്കും ഇത്തരത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഈ ഉന്തിലും തള്ളിലും പരിക്കേറ്റതായിട്ടുണ്ട്. അത്തരത്തിൽ പോലീസിൽ പരാതി നൽകുന്ന ആലോചിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് സമാധാനപരമായിട്ടാണ് പ്രകടനം നടത്തി പാർലമെന്റ് കവാടത്തിലേക്ക് വന്നത്. യാതൊരു പ്രകോപനവും ഞങ്ങൾ സൃഷ്ടിച്ചില്ല. അല്ലെങ്കിൽ BJP എംപിമാർക്ക് പ്രകോപനം ഉണ്ടാകാത്ത രീതിയിലുള്ള യാതൊന്നും ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ ഞങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് BJP എംപിമാർ പാർലമെന്റ് കവാടത്തിൽ ഉയർത്തിയത്. ഞങ്ങൾക്ക് പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ 200ഓളം വരുന്ന എംപിമാർ, രാജ്യസഭ ലോക്സഭ എംപിമാർ, അതിൽ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവരാണ് അവിടെ പ്രതിഷേധിച്ചത്. അവരാണ് പ്രകോപനം സൃഷ്ടിച്ചത്. അവരാണ് ഞങ്ങളെ അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. എന്നിട്ട് ഇപ്പോൾ അവർ ഉരുണ്ടു കളിക്കുന്നു. എന്നിട്ട് അവരിപ്പോൾ അവിടെ നടന്ന സംഭവവികാസങ്ങളെ വേറെ തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരായി കേസും ഒക്കെ എടുത്ത് ഞങ്ങൾ നിർവീര്യമാക്കാൻ ശ്രമിക്കാൻ. പക്ഷേ ഞങ്ങൾ അതിന് വഴങ്ങുന്ന പ്രശ്നമേ